ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. ഇതിന് ആദ്യമേ തന്നെ ചിക്കൻ നമ്മൾ മസാലയെല്ലാം ചേർത്ത് ഒരു 30 മിനിറ്റ്സിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അന്നേരം മസാലയെല്ലാം നല്ല പോലെ ചിക്കനിൽ പിടിച്ചിരിക്കുന്നതാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസിനുള്ള പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പഞ്ചസാര കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല പോലെ ഫ്രൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. റൈസ് വേവിക്കുമ്പോൾ നമ്മൾ നെയ്യിൽ കുറച്ച് വരട്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണി റൈസിന് ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം നമ്മൾ മീതെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. അടുത്തതായിട്ട് ചിക്കൻ മസാല നമുക്ക് തയ്യാറാക്കാം. ബിരിയാണിക്ക് ഒരു ഗ്രേവി പരുവത്തിലുള്ള ചിക്കൻ മസാലയാണ് നമുക്ക് വേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മളൊരു 1/2 കപ്പ് വാട്ടറും ചേർത്ത് ചിക്കൻ 5 to 10 മിനിറ്റ്സിലേക്ക് ഒന്ന് നല്ല പോലെ ഈ ഗ്രേവി കിടന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ പാകമായ ഗ്രേവി നമുക്ക് ഇനി ബിരിയാണി ദം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ ഗ്രേവി ആയിരിക്കണം. അതിന് മേലെ നമ്മൾ പുതിനയില സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബിരിയാണി റൈസ് വേവിച്ചെടുത്ത റൈസും അതുപോലെ തന്നെ കിസ്മിസ്, ഒനിയൻ ഫ്രൈ, വെജിറ്റബിൾസൊക്കെ നമ്മൾ ഓരോ ലെയേഴ്സായിട്ടും ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നല്ല പോലെ ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം 10 മിനിറ്റ്സിലേക്ക് നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി.